നമസ്കാരം. ഈ വാർത്താ ദിനത്തിലെ വാർത്തകൾ സമഗ്രമായി പ്രേക്ഷകരെ അറിയിക്കുന്ന വാർത്താ സന്ധ്യ ആരംഭിക്കുകയാണ്. ഞാൻ അനുജ. എല്ലാ പ്രേക്ഷകർക്കും വാർത്താ സന്ധ്യയിലേക്ക് സ്വാഗതം. ആദ്യ വാർത്ത: ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ പ്രമോഷന് വേണ്ടി ആഡംബര വാഹനങ്ങളുടെ ചേസിംഗ് ചിത്രീകരണത്തിനിടെ അപകടത്തിൽ 20-കാരന് ദാരുണാന്ത്യം. വടകര കടമേരി സ്വദേശി ആൽവിൻ TK ആണ് ചിത്രീകരണത്തിനെത്തിച്ച വാഹനം ഇടിച്ച് മരിച്ചത്. കോഴിക്കോട് ബീച്ച് റോഡിലായിരുന്നു അപകടം. രണ്ട് വണ്ടി ഒരു ഗ്യാപ്പില്ലാത്ത ലെവലിൽ ഒരു വണ്ടി കിടക്കുക അവിടെ. അപ്പോൾ ആ സമയത്താണ് അപ്പോഴൊക്കെ ഓനെ പിടിച്ച് വണ്ടി കയറ്റി കൊണ്ടേ ഈ മരണപ്പെട്ട ഈ കുട്ടീനെ ഞങ്ങൾ ഈ ബ്ലാക്ക് വണ്ടിയിലാണ് കയറ്റുന്നത്. പിന്നെ അടുത്ത വണ്ടിക്കാരനാ പറഞ്ഞത് എന്താണ് ഇന്റെ ഇക്കാക്കാണ് മറ്റേ വണ്ടിയിലുള്ളത്, ആ വണ്ടി ഞങ്ങൾ വിടുന്നത്. ഇടിച്ചത് ബ്ലാക്ക് വണ്ടിയാണ് മുന്നോട്ട് നിൽക്കുന്നത്. ആ ബ്ലാക്ക് വണ്ടിയിലാണ് കയറ്റി കൊണ്ടുവന്നത് ഈ രോഗിനെ, ഈ മരണപ്പെട്ട ആളെ. ഈ ട്രാക്കിൽ രണ്ട് ട്രാക്കിൽ ഇത്ര ഒരു ഗ്യാപ്പിലാണ് നിൽക്കുന്നത്. ഒരു മിനിമം ഗ്യാപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. റീൽസ് ആണോന്ന് അറിയില്ല. നമ്മൾ ഈ രണ്ട് ഗ്യാപ്പിൽ എങ്ങനെ വരുന്നത് വണ്ടി അധികം ഗ്യാപ്പൊന്നുമില്ല. രണ്ട് വണ്ടി നിർത്തി കഴിഞ്ഞപ്പോൾ ആൽവിന് ഈ ആൻഡ്രീന്റെ താഴത്ത് ഈ ആൻഡ്രിയിലില്ലേ ഈ ഇരുമ്പിന്റെ പൈപ്പ് അതാ അതിന്റെ താഴത്ത് അവിടെ ഇങ്ങനെ ഉണ്ട് കിടക്കുന്നത്. അപ്പോഴാണ് ഓരോ എടുക്കുന്നത്. ഏതാ ഇടിച്ചെന്നുള്ളല്ല, മുമ്പിലേക്ക് നിൽക്കുന്ന ഈ ബ്ലാക്ക് വണ്ടിയാണ് കിടക്കുന്നത്. ഇത് മറ്റേ വണ്ടിയാണ് ഈ ഇടത് ഭാഗത്ത് കിടക്കുന്നത്, മറ്റേ ഇടത് ഭാഗത്താണ്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി. നാളെ രാവിലെയാണ് പോസ്റ്റ്മോർട്ടം. ഇന്ന് രാവിലെ 7:30 ഉണ്ടായതാണ്. പിന്നെ ബോഡി ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോയി നോക്കിയാണ്. ഇൻക്വസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി അന്വേഷിച്ചിട്ട് അറിയിക്കുള്ളൂ. 2 കാറുണ്ടെന്ന് പറയാം, അല്ലാണ്ട് വേറെ ഒന്നും അറിയില്ല. അതായത് ചിത്രീകരിക്കുമ്പോൾ ആക്സിഡൻ്റ് ആയെന്ന് അത്രേ അറിയുള്ളൂ. കൂടുതൽ ഇപ്പം ഞാൻ ഈ അന്നേരം പോലെ ഇൻക്വസ്റ്റിലാണ്. പിന്നെ കൂടുതൽ അന്വേഷിച്ചിട്ട് ബാക്കി പറയാം. അഭിജിത്ത് മുഴക്കുന്നും മിഥില ബാലനും വിശദാംശങ്ങളുമായി. അഭിജിത്ത്, ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നാളെ രാവിലെയാണ് എന്ന് പറയുന്നു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. അവിടെ നിന്ന് നൽകാനുള്ള വിശദാംശം എന്താണ്? അനുജ, ഞാനിപ്പോൾ ഉള്ളത് വെള്ളയിൽ പോലീസ് സ്റ്റേഷനിലാണ്. ഈ അപകടം നടന്ന സമയത്ത് അതിനുപയോഗിച്ചിരുന്ന ഈ റീൽസൊക്കെ ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന 2 വാഹനങ്ങൾ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അതിലൊന്ന് ഡിഫൻഡറാണ്, മറ്റൊന്ന് ബെൻസ് കാറാണ്. ഈ 2 വാഹനങ്ങളും പോലീസ് നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ അപകടം ഉണ്ടായത് രാവിലെ 7:30 മണിയോടടുപ്പിച്ചാണ്. ഇതിന്റെ കുറച്ചുകൂടി വ്യക്തമായ ചില വിവരങ്ങൾ കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ട്. അതിൽ നമുക്കിപ്പോൾ പോലീസുമായി ബന്ധപ്പെടുമ്പോൾ അറിയാനായി കഴിയുന്നത്, നേരത്തെ ആൽവിൻ, ഈ മരിച്ച ആൽവിൻ നേരത്തെ നേരത്തെ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലെ 2 പേരാണ് ഈ വാഹനങ്ങളിൽ ഉണ്ടായിരുന്നത്. അവർ ആവശ്യപ്പെട്ടതനുസരിച്ച് റീൽസ് ചിത്രീകരിക്കുന്നതിനായി കോഴിക്കോട് ബീച്ചിന് സമീപത്തേക്ക് എത്തുകയായിരുന്നു ആൽവിൻ. അങ്ങനെയാണ് ഈ റീൽസ് ഷൂട്ട് ചെയ്യാൻ ആരംഭിച്ചത്. ഈ വെള്ളയിൽ പോലീസ് സ്റ്റേഷന്റെ മുൻവശത്തുള്ള റോഡ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ റോഡിൽ വെച്ചായിരുന്നു റീൽസ് എടുക്കുന്നുണ്ടായിരുന്നത്. ഈ 2 വാഹനങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഡിഫൻഡറും ബെൻസും ഉപയോഗിച്ച് റീൽ ഷൂട്ട് ചെയ്യുകയാണ്. സമാന്തരമായി ഈ വാഹനങ്ങൾ ഓടിക്കുകയും അതിനെ തുടർന്ന് ഒരു വശത്തിരുന്ന് ഈ ആൽവിൻ അത് മൊബൈലിൽ ഷൂട്ട് ചെയ്യുകയുമായിരുന്നു. അതിനിടയിൽ ആൽവിന്റെ ദേഹത്തേക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഡിഫൻഡർ കാർ നിയന്ത്രണം വിട്ട് പാഞ്ഞു കയറുകയാണ്. ഇടിയുടെ ആഘാതത്തിൽ ആൽവിൻ മുകളിലേക്ക് തെറിച്ചു പോയെന്നും തുടർന്ന് വാഹനം മുന്നോട്ട് കടന്നുപോയതിനു ശേഷമാണ് ആൽവിൻ നിലത്തേക്ക് പതിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നിലവിൽ പോലീസുമായി ബന്ധപ്പെടുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്നുണ്ട്. പോലീസിന്റെ കൈവശം ഈ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളുണ്ട്. ആ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം പോലീസ് നമ്മളുമായി പങ്കുവെക്കുന്ന വിവരങ്ങളാണിവ. ഏതായാലും ആ ഒരു അപകടത്തിൽ വളരെ ഗുരുതരമായി തന്നെ ആൽവിന് പരിക്ക് പറ്റി. തുടർന്ന് ഈ വാഹനങ്ങളിൽ ഉണ്ടായിരുന്ന, ഈ റീൽസ് ചിത്രീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന 2 വാഹനങ്ങളിൽ ഉണ്ടായിരുന്ന 2 പേർ ചേർന്ന് തന്നെയാണ് ആൽവിനെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. ഏതാണ്ട് അപകടമുണ്ടായി ആ സമയത്ത് തന്നെ ആൽവിനെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നുണ്ട്. പക്ഷേ ഗുരുതരമായി ആൽവിന് പരിക്ക് പറ്റിയിരുന്നു. 11 മണിയോടടുപ്പിച്ചാണ് ആൽവിന്റെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. വടകര കടമേരി സ്വദേശിയാണ് ആൽവിൻ. അവിടെ നിന്ന് ഈ റീൽസ് ഷൂട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ആൽവിൻ കോഴിക്കോട് ബീച്ചിന് സമീപത്തേക്ക് എത്തുന്നത്. അങ്ങനെയാണ് ഈ അപകടം ഉണ്ടാവുകയും ചെയ്തത്. ഏതായാലും വളരെ ദാരുണമായ ഒരു സംഭവം. നേരത്തെ മിഥില ബാലൻ കൂടിയുണ്ട്. മിഥില, സാധാരണ റീൽസ് ചിത്രീകരിക്കുന്നതിനിടെയുള്ള ഇത്തരം അപകടങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു വ്യത്യാസമുള്ളതൊരു ജോലിയുമായി ബന്ധപ്പെട്ട പ്രൊമോഷൻ ഷൂട്ടിനിടെയായിരുന്നു എന്നുള്ളത് തന്നെയാണ്. വളരെ നിർഭാഗ്യകരമാണ്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. നാളെ പോസ്റ്റ്മോർട്ടം. അങ്ങനെ മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അനുജ, ഞാനുള്ളത് ബീച്ച് ആശുപത്രിയിലാണ്. അല്പസമയം മുമ്പാണ് ആൽവിൻ്റെ മൃതദേഹം ബീച്ച് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയത്. ഇപ്പോൾ എനിക്കൊപ്പം ആൽവിൻ്റെ അയൽക്കാരൻ ചേരുന്നുണ്ട്.
ഈ അപകടം അറിഞ്ഞ് രാവിലെ 7:30-ക്കാണ് അപകടമുണ്ടായത്. രാവിലെ അപകടം അറിഞ്ഞ ഉടൻ തന്നെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ, ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ എത്തിയതായിരുന്നു അയൽക്കാരെല്ലാം തന്നെ. അവരിപ്പോൾ ഇവിടെ എനിക്കൊപ്പം അല്പസമയത്തിനകം ചേരും. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് മോർച്ചറിയാണ്. ഈ മോർച്ചറിയിലാണ് ആൽവിൻ്റെ മൃതദേഹം ഇപ്പോൾ സൂക്ഷിക്കുക. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. നാളെ ആയിരിക്കും പോസ്റ്റ്മോർട്ടം നടപടി എന്നാണ് നിലവിൽ ലഭ്യമാവുന്ന വിവരം. ഇവരും ഇപ്പോൾ ഈ നാട്ടുകാരും എല്ലാവരും തന്നെ ഇത്തരമൊരു അപകടമുണ്ടായി എന്ന് അറിഞ്ഞു മാത്രം ഇവിടെ എത്തിയതാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നമുക്ക് ചേട്ടാ, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി, അപകടത്തിനെ പറ്റി എന്താണ് അറിവുള്ളത്? രാവിലെ 7:30-ക്കാണ് സംഭവം നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഏകദേശം 9 മണിക്കാണ് അച്ഛനെ വിളിച്ചു പറഞ്ഞാണ്. അപ്പോൾ അങ്ങനെ ബന്ധുക്കളും അച്ഛനും അമ്മയും ഞങ്ങളാണ് എന്ത് ചെയ്തത്, പിന്നെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാന്ന് പറഞ്ഞാൽ അവിടെ വന്നാണ്. ഇവിടെ ഏകദേശം എന്ന് വെച്ചാൽ ഈ പ്രൊമോഷന് വേണ്ടിയിട്ട്, ഈ കമ്പനികളുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് വീഡിയോ തയ്യാറാക്കുന്ന ഒരു പരിപാടി. അത് മൂപ്പർക്ക് 2 വർഷം മുമ്പ് ഒരു കിഡ്നി ഫെയിലായിട്ടൊരു ഓപ്പറേഷൻ കഴിഞ്ഞാണ്. അപ്പം കുറച്ച് വിദേശത്തേനും ഇവിടെ 6 മാസം ചെക്കിങ്ങിന് വേണ്ടിയിട്ട് വന്നതാണ്. അതിനിടയിൽ കോഴിക്കോട് ഇങ്ങനെയുള്ള ചെറിയ കമ്പനീൻ്റെ ഈ വീഡിയോ ഇങ്ങനെയൊക്കെ പ്രൊമോഷൻ ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്താണ് ആ ചെയ്യുന്ന വണ്ടി തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇടിക്കുന്നത്. അതിൽ എത്രത്തോളം എന്താണെന്നുള്ളത് നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് അതിൻ്റെ പേരിൽ പോയിട്ടില്ല. പക്ഷെ എന്ത് തന്നെയാലും ഇങ്ങനെയാണ് സംഭവം നടന്നത്. ഒരു ദാരുണമായൊരു സംഭവമാണ്. ഒറ്റ മകനാണ്. ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് ഫാമിലിയൊക്കെ ഉള്ളത്. തീർച്ചയായും ഒറ്റ മകനാണ്. ഇത്തരത്തിലാണ് ഒരു ജോലിയുടെ ഭാഗമായി, പ്രൊമോഷൻ വർക്കിൻ്റെ ഭാഗമായി വീഡിയോ ചിത്രീകരിക്കുന്നതിനിടയിലാണ് ആൽവിന് ഇത്തരത്തിലുള്ള ഒരു അപകടമുണ്ടാവുകയും മരണം സംഭവിക്കുകയും ചെയ്തത്. അനുജ, അതാണ്, വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കെ ഒരു പരിശോധനയുടെ ഭാഗമായി കേരളത്തിലേക്ക് എത്തുകയായിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ ഈ ജോലിക്കിടെ ഇങ്ങനെ ഒരു മരണം ആൽവിന് സംഭവിച്ചത്. തിരുവനന്തപുരത്ത് പോത്തൻകോട് മോഷണത്തിനിടെ കൊല്ലപ്പെട്ട വയോധിക പീഡനത്തിനിരയായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പ്രാഥമിക പരിശോധനയിലാണ് കണ്ടെത്തൽ. സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവുകൾ കണ്ടെത്തി. തലക്കേറ്റ ക്ഷതമാണ് മരണകാരണം. AV ജയശങ്കർ വിവരങ്ങളുമായി. ജയശങ്കർ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉള്ളത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അതായത് ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ആദ്യഘട്ടത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ ഇതൊരു കൊലപാതകം എന്ന തരത്തിൽ തന്നെ നിഗമനത്തിൽ തന്നെ പോലീസ് എത്തി. പിന്നീട് പോലീസ് വിശദമായി നടത്തിയ അന്വേഷണത്തിലാണ് മോഷണ ശ്രമത്തിന് ഇടെ നടന്ന മരണമെന്ന ഒരു സ്ഥിരീകരണം വരുന്നത്. പിന്നെ പോലീസ് തൗഫീഖ് എന്ന തിരുവനന്തപുരം സ്വദേശിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു, അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. നിലവിൽ ഏറ്റവും ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഈ മരണപ്പെട്ട സ്ത്രീ പീഡനത്തിനിരയായി എന്ന തരത്തിൽ ഒരു വിവരം വരുന്നത്. ഈ സ്വകാര്യ ഭാഗങ്ങളിൽ ഉൾപ്പെടെ മുറിവ് ഈ പ്രാഥമിക പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. തലക്കേറ്റ ക്ഷതമാണ് അപകട കാരണമെന്നും വ്യക്തമാകുന്നുണ്ട്. എന്തായാലും വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാനുണ്ട്. എന്തായാലും ഇതെല്ലാം പ്രാഥമിക നിഗമനങ്ങളാണ്. പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് ഈ സ്ത്രീ ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവുണ്ട്. തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്നും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും അറസ്റ്റിൽ അല്ലെങ്കിൽ കസ്റ്റഡിയിലായിരിക്കുന്ന തൗഫീഖിനെ ഉടൻ തന്നെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. കാരണം ഇയാൾ ഈ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച തൊണ്ടി മുതൽ ഉൾപ്പെടെ മംഗലപുരം പോലീസ് ഇന്ന് കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇയാളുടെ അറസ്റ്റ് പോലീസ് ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. മുനമ്പം നിവാസികൾക്ക് സിവിൽ കോടതിയെ സമീപിക്കാൻ സാധ്യത തെളിഞ്ഞു. കേസിന്റെ തീർപ്പ് വരെ വഖഫ് നോട്ടീസിൽ നിന്ന് സംരക്ഷണം നൽകാം എന്നാണ് ഹൈക്കോടതിയുടെ വാക്കാലുള്ള ഉറപ്പ്. ഭൂപ്രശ്നത്തിൽ ഫെബ്രുവരിയിൽ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ 24-നോട് പറഞ്ഞു. മുനമ്പത്തെ വഖഫ് ഭൂമി പ്രശ്നത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയുടെ മുൻപാകെ ഹർജി എത്തിയത്. എന്നാൽ വഖഫ് ഉടമസ്ഥാവകാശം സംബന്ധിച്ചുള്ള തർക്കത്തിൽ ഹൈക്കോടതിക്ക് തീരുമാനമെടുക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയ ഡിവിഷൻ ബെഞ്ച് ഹർജിക്കാരന് സിവിൽ കോടതിയെ സമീപിക്കാമെന്ന് ചൂണ്ടിക്കാട്ടി. സിവിൽ കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങുന്നതുവരെ ഇടക്കാല സംരക്ഷണം നൽകാമെന്നും ഹൈക്കോടതിയുടെ ഉറപ്പ്. ഇതിനിടെ മുനമ്പം വിഷയത്തിൽ ഫെബ്രുവരിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ജസ്റ്റിസ് CN രാമചന്ദ്രൻ 24-നോട് പറഞ്ഞു. വഖഫ് ബോർഡ്, ഫറൂഖ് കോളേജ്, അതുപോലെ മുനമ്പം നിവാസികൾ, ഇവരുടെ എല്ലാം നിലപാട് എഴുതി അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഗവൺമെൻറ്റിനോട് അത് കഴിഞ്ഞ് എല്ലാം അവിടുത്തെ സ്ഥിതിവിശേഷം എല്ലാം ചോദിച്ച് അവിടുത്തെ വസ്തുവിൻ്റെ അവൈലബിലിറ്റിയും അവിടുത്തെ ഇപ്പോഴത്തെ സ്ഥിതിയൊക്കെ മനസ്സിലാക്കി ഗവൺമെൻറ് ഒരു റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മുനമ്പം പ്രശ്നത്തിൽ ബന്ധപ്പെട്ട എല്ലാവരുടെയും ഭാഗം കമ്മീഷൻ കേൾക്കും. ജനുവരിയിൽ ഈ നടപടികൾ പൂർത്തിയാക്കുമെന്നും തലമുറകളായി മുനമ്പത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ അവകാശം സംരക്ഷിക്കുമെന്നും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ വ്യക്തമാക്കി. 24 കൊച്ചി. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് 100 വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന വാഗ്ദാനത്തിൽ കേരളം പ്രതികരിച്ചില്ലെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. വാഗ്ദാനം നടപ്പാക്കാൻ ഇപ്പോഴും തയ്യാറാണെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയന് സിദ്ധരാമയ്യ കത്തയച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഗുരുതര കൃത്യവിലോപം എന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി.
ദുരന്തബാധിതർക്കായുള്ള പ്രവർത്തനങ്ങളിൽ സർക്കാർ കാണിക്കുന്ന അലംഭാവത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കർണാടക മുഖ്യമന്ത്രിയുടെ കത്ത്. മുണ്ടക്കയിലും ചൂരൽമലയിലും ദുരന്തമുണ്ടായ അന്ന് തന്നെ 100 വീടുകൾ വെച്ച് നൽകാമെന്ന് കർണാടക വാഗ്ദാനം നൽകിയിരുന്നു. ഇത് സംബന്ധിച്ച് കേരള ചീഫ് സെക്രട്ടറി തലത്തിൽ ചർച്ചയും നടന്നു. എന്നാൽ തുടർ നടപടി മാത്രമുണ്ടായില്ല. കേരളം കൃത്യമായ മറുപടി നൽകുകയോ തീരുമാനം അറിയിക്കുകയോ ചെയ്തില്ലെന്നാണ് സിദ്ധരാമയ്യ മുഖ്യമന്ത്രി പിണറായി വിജയൻ അയച്ച കത്തിൽ പറയുന്നത്. ദുരന്തബാധിതരെ സഹായിക്കാൻ സന്നദ്ധമാകുന്നവരെ മാന്യമായി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ലെന്നാണ് പ്രതിപക്ഷ വിമർശനം. 600 വീട് ഇപ്പൊ തന്നെയായി. 600 വീട്, ഈ 600 പേരോട് വീട് ഓഫർ ചെയ്ത ആളുകളോട് വരെ സംസാരിച്ചില്ല. എന്ത് സംവിധാനമാണിത്? സത്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ പോവുക. പ്രയോറിറ്റി ഇവർക്ക് ഈ ദുരന്തം നിലവിൽ പ്രയോറിറ്റി ഇല്ല. അതാണ് ഗവൺമെന്റ് സമീപനം. പദ്ധതി നടപ്പിലാക്കാൻ ഏകോപനമുണ്ടായാൽ പണം മുടക്കാൻ ഇനിയും തയ്യാറാണെന്നാണ് കർണാടകയുടെ നിലപാട്. 24 ബംഗളൂരു. മുണ്ടക്കൈ ചൂരൽമല വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനൊപ്പം നിൽക്കാൻ കോൺഗ്രസ് തയ്യാറുണ്ടോ എന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ ബോധപൂർവം ശിക്ഷിക്കുകയാണ് കേന്ദ്ര സർക്കാരെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. നമ്മുടെ ഇതുപോലുള്ള പ്രശ്നങ്ങളില് നാടിന്റെ പ്രശ്നങ്ങൾ ഒന്നിച്ച് ഉയർത്താൻ തയ്യാറാകുന്നുണ്ടോ? ഇത്തരം കാര്യങ്ങളിലല്ലേ നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ടത്. എന്തിന് കേരളത്തെ ശിക്ഷിക്കുന്ന നില കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നു? കേരളത്തിലെ ജനങ്ങളെ ശിക്ഷിക്കുന്ന മനോഭാവം കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുമ്പോൾ അതിന്റെ കൂടെ നിൽക്കുന്ന നിലപാടല്ലേ കേരളത്തിലെ BJP സ്വീകരിച്ചിട്ടുള്ളത്? ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പണം അനുവദിക്കണമെന്ന് 16ാം ധനകാര്യ കമ്മീഷനോട് കേരളം. ദുരിതാശ്വാസ നിധിയിലേക്ക് പ്രത്യേക ഗ്രാന്റായി 13,922 കോടി രൂപ അനുവദിക്കണമെന്നാണ് ആവശ്യം. റവന്യൂ നഷ്ടമുണ്ടാകുന്ന സംസ്ഥാനങ്ങൾക്ക് റവന്യൂ കമ്മി ഗ്രാന്റ് അനുവദിക്കണമെന്നും കേരളം ആവശ്യപ്പെട്ടു. ആളോഹരി വരുമാനത്തിന് ഏർപ്പെടുത്തിയ വെയിറ്റേജ് 25% കുറയ്ക്കണമെന്ന് പ്രതിപക്ഷവും ആവശ്യം ഉന്നയിച്ചു. സെസ്സും സർചാർജും അധികമായി ചുമത്തുന്നതിലൂടെ സംസ്ഥാനങ്ങൾക്ക് നഷ്ടമുണ്ടാകുന്നു എന്ന് സമ്മതിച്ച കമ്മീഷൻ സാഹചര്യം പഠിച്ച് തീരുമാനമെടുക്കുമെന്ന് വ്യക്തമാക്കി. തിരികെ വാർത്താസന്ധ്യയിലേക്ക്. ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ പാലക്കാട്ടെ പ്രചാരണത്തിന്റെ പേരിൽ കോൺഗ്രസിലെ അതൃപ്തി പുറത്ത്. തെരഞ്ഞെടുപ്പിൽ ചുമതല നൽകാത്തതിനെതിരെ ചാണ്ടിയുമ്മൻ പരസ്യമായി രംഗത്തെത്തി. ചാണ്ടിയുമ്മനെ രമേശ് ചെന്നിത്തല പിന്തുണച്ചപ്പോൾ KPCC അധ്യക്ഷൻ മറുപടി പറയുമെന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി. പാലക്കാട്ട് മികച്ച വിജയം കോൺഗ്രസ് നേതൃത്വം ആഘോഷിക്കുമ്പോഴാണ് അതൃപ്തിയുമായി ചാണ്ടിയുമ്മൻ MLA രംഗത്ത് വന്നിരിക്കുന്നത്. മറ്റുള്ളവർക്ക് ചുമതല നൽകുകയും തന്നെ ഒഴിവാക്കുകയും ചെയ്തെന്നാണ് ചാണ്ടിയുമ്മന്റെ ആരോപണം. എല്ലാവർക്കും ചുമതല കൊടുത്തിരുന്നു, എനിക്കൊഴിച്ച്. അതെന്താണ് എന്നെനിക്കറിയില്ല. അത് ഞാൻ കൂടുതൽ അതിലൊരു ചർച്ചയ്ക്ക് തയ്യാറല്ല. ചാണ്ടിയുമ്മന് പരാതി ഉള്ളതായി അറിയില്ലെന്നും ഇനി പരാതി ഉണ്ടെങ്കിൽ അത് നേതൃത്വത്തോടാണ് പറയേണ്ടതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇല്ല, എന്നോടാരും അങ്ങനെ ഒരു പരാതി പറഞ്ഞിട്ടില്ല. പിന്നെ ആ പരാതി പറയേണ്ടതും കേൾക്കേണ്ടതുമായിട്ടുള്ള പദവിയിലല്ലോ ഞാനിരിക്കുന്നത്. ഞാനൊരു സ്ഥാനാർത്ഥി മാത്രമാണ്. അതൊക്കെ നേതൃത്വമാണല്ലോ തീരുമാനിക്കേണ്ട കാര്യം. അതേസമയം ചാണ്ടിയുമ്മന്റെ അതൃപ്തി പരിശോധിക്കുമെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. എല്ലാവർക്കും ചുമതല നൽകിയെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന് എന്തുകൊണ്ട് നൽകിയില്ല എന്നുള്ളത് നമ്മൾ അന്വേഷിക്കാം. എല്ലാ MLA-മാർക്കും ചാർജ് കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. പാർട്ടിക്കുള്ളിലെ ചെറിയ പ്രശ്നങ്ങളെന്നാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രതികരണം. ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടത് KPCC അധ്യക്ഷനെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഞാനതിനൊന്നും മറുപടി KPCC പ്രസിഡന്റ്. ചാണ്ടിയുമ്മൻ അതൃപ്തി പരസ്യമായി പറഞ്ഞത് ശരിയായില്ലെന്ന നിലപാടാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്വീകരിച്ചത്. ആരെയും മാറ്റി നിർത്തിയിട്ടില്ലെന്നായിരുന്നു VK ശ്രീകണ്ഠൻ MPയുടെ പ്രതികരണം. 24 കോട്ടയം. തിരുവനന്തപുരം വഞ്ചിയൂരിൽ പൊതുവഴി തടഞ്ഞ് സമ്മേളനവേദി നിർമ്മിച്ച CPIM നടപടിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. സംഭവത്തിൽ കോടതിയലക്ഷ്യ നടപടി അനിവാര്യമെന്ന് വ്യക്തമാക്കിയ കോടതി വഞ്ചിയൂർ CIയോട് നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശിച്ചു. സംസ്ഥാന പോലീസ് മേധാവിയോടും സിറ്റി പോലീസ് കമ്മീഷണറോടും ഹൈക്കോടതി വിശദീകരണം തേടി. പൊതുജനങ്ങളുടെ യാത്രാവകാശത്തെ തടസ്സപ്പെടുത്തുന്നതാണ് റോഡ് തടഞ്ഞുള്ള പരിപാടിയെന്ന് നിരീക്ഷിച്ചാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ രൂക്ഷ വിമർശനം. ഹൈക്കോടതിയുടെ തന്നെ മുൻ ഉത്തരവുകളുടെ ലംഘനമാണിത്. എന്തായിരുന്നു പരിപാടി, ആരൊക്കെ പങ്കെടുത്തുവെന്ന് ചോദിച്ച ഡിവിഷൻ ബെഞ്ച് പോലീസ് സ്റ്റേഷന്റെയും കോടതിയുടെയും തൊട്ടടുത്തല്ലേ പരിപാടി നടന്നതെന്നും വിമർശിച്ചു. വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ടോ എന്നും ഹൈക്കോടതി ആരാഞ്ഞു. എന്താണ് സംഭവിച്ചതെന്ന് വിശദമായി പരിശോധിക്കുമെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. കോടതി ഉത്തരവുകൾ നടപ്പാക്കുന്നതിൽ പോലീസും സർക്കാരും കാണിക്കുന്ന അലംഭാവത്തെയും കോടതി വിമർശിച്ചു. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പുറപ്പെടുവിച്ച സർക്കുലറുകൾ കോൾഡ് സ്റ്റോറേജിലാണോ എന്നും കോടതി ചോദ്യമുയർത്തി. സംസ്ഥാന പോലീസ് മേധാവിയോടും സിറ്റി പോലീസ് കമ്മീഷണറോടും ഹൈക്കോടതി വിശദീകരണം തേടി. വ്യാഴാഴ്ച സ്റ്റേഷൻ ഹൌസ് ഓഫീസർ മതിയായ രേഖകൾ സഹിതം കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്നും ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. 24 കൊച്ചി.
കരുനാഗപ്പള്ളിയിലെ സമ്മേളനങ്ങൾ അലങ്കോലപ്പെട്ടതിൽ ജില്ലാ സംസ്ഥാന നേതാക്കളെ വിമർശിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പ്രശ്നം പരിഹരിക്കുന്നതിൽ നേതൃത്വത്തിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്നും സംസ്ഥാന ജില്ലാ നേതൃത്വം സമയോചിതമായി ഇടപെട്ടില്ലെന്നും MV ഗോവിന്ദൻ വിമർശിച്ചു. കരുനാഗപ്പള്ളിയിലേത് വിഭാഗീയതയല്ലെന്നും വ്യക്തിതാത്പര്യങ്ങളുടെ പേരിലുണ്ടായ ചേരിതിരിവാണ് പ്രശ്നങ്ങൾക്ക് കാരണം എന്നുമാണ് പ്രവർത്തന റിപ്പോർട്ടിലെ വിമർശനം. പ്രവർത്തന റിപ്പോർട്ട് അവതരണത്തിന് ശേഷം പ്രതിനിധികളെ പ്രത്യേകമായി അഭിസംബോധന ചെയ്യുമ്പോഴാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കരുനാഗപ്പള്ളിയിലെ സംഘടനാ പ്രശ്നങ്ങൾ പരാമർശിച്ചത്. പരസ്യ പ്രതിഷേധത്തിനും പ്രകടനത്തിനും വഴിവെച്ച കരുനാഗപ്പള്ളിയിലെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് പരിഹരിക്കുന്നതിൽ സംസ്ഥാന ജില്ലാ നേതാക്കൾക്ക് ഒരുപോലെ വീഴ്ച പറ്റിയെന്നാണ് MV ഗോവിന്ദന്റെ വിമർശനം. പ്രശ്നത്തിന്റെ ഗൌരവം തിരിച്ചറിഞ്ഞ് സമയോചിതമായി ഇടപെടുന്നതിലും സംസ്ഥാന നേതൃത്വത്തെ ധരിപ്പിക്കുന്നതിലും സംസ്ഥാന ജില്ലാ നേതാക്കൾ വീഴ്ച വരുത്തി. സമ്മേളനം നടത്തിപ്പിലെത്തിയ നേതാക്കളെ പൂട്ടിയിട്ടത് ഗുരുതരമായ പ്രശ്നമാണ്. എന്നാൽ സമ്മേളനം പ്രശ്നങ്ങളില്ലാതെ നടത്തി തീർക്കുന്നതിൽ നേതാക്കൾക്കും വീഴ്ച സംഭവിച്ചു. ഏരിയ കമ്മിറ്റിയും വിഷയം പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടെന്ന് MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. സ്ഥിതി ഗുരുതരമായിട്ടും ഗൌരവ സ്വഭാവത്തോടെ അത് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചില്ലെന്ന് ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. കരുനാഗപ്പള്ളിയിലെ പ്രശ്നങ്ങൾ വിഭാഗീയതല്ലെന്നാണ് ജില്ലാ സെക്രട്ടറി S സുദേവൻ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നത്. വ്യക്തി താൽപര്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ചേരിപ്പോരും മത്സരവുമാണ് കരുനാഗപ്പള്ളിയിൽ നടന്നത്. സംസ്ഥാന സെക്രട്ടറി വരെ നേരിട്ട് വരേണ്ട സാഹചര്യമുണ്ടായി. പാർട്ടി ജില്ലാ സംസ്ഥാന സെക്രട്ടറിമാർ ഇടപെട്ടിട്ടും സ്ഥാപിത താൽപര്യങ്ങളുമായി പ്രവർത്തകർ മുന്നോട്ട് പോയെന്നും റിപ്പോർട്ട് വിമർശിച്ചു. കരുനാഗപ്പള്ളിയിലെ സംഘടനാ പ്രശ്നങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നാണ് പ്രവർത്തന റിപ്പോർട്ടിലെ പരാമർശം. പാർട്ടി അവഗണിക്കാനും അംഗീകാരമുള്ള നേതാക്കളെ ദുർബലപ്പെടുത്താനുമുള്ള നീക്കമാണ് കരുനാഗപ്പള്ളിയിൽ നടന്നത്. ഇതിനെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്നും റിപ്പോർട്ടിൽ മുന്നറിയിപ്പുണ്ട്. ആ നടപടി എന്താണെന്ന് ജില്ലാ സമ്മേളനം കഴിയുന്നതോടെ വ്യക്തമാകും. മയ്യനാട് നിന്ന് അരുൺ SR-നൊപ്പം R ശ്രീജിത്ത്, 24. ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. വീണ്ടും വാർത്താസന്ധ്യയിലേക്ക്. നടിയെ ആക്രമിച്ച കേസിൽ രാഷ്ട്രപതിക്ക് കത്തുമായി അതിജീവിത. ആക്രമണ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് ചട്ടവിരുദ്ധമായി തുറന്നു പരിശോധിച്ചതിൽ നടപടിയില്ല എന്ന് കത്തിൽ പറയുന്നു. നടിയെ ആക്രമിച്ച കേസിൽ അന്തിമവാദം നാളെ തുടങ്ങും. കോടതിയുടെ കൈവശമുള്ള മെമ്മറി കാർഡ് ചട്ടവിരുദ്ധമായി തുറന്നു പരിശോധിച്ച വിവരം പുറത്തുവന്നതിന് പിന്നാലെ ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും അതിജീവിത സമീപിച്ചിരുന്നു. പരാതിയിൽ അനുകൂല ഇടപെടലുണ്ടായില്ല. നടപടിയെടുക്കേണ്ടത് ജുഡീഷ്യറിയുടെ ഭരണതലത്തിലാണ്. ഇതുണ്ടാകാത്ത സാഹചര്യത്തിലാണ് രാഷ്ട്രപതിക്ക് കത്തയച്ചതെന്നും അതിജീവിത. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്നും കത്തിൽ പറയുന്നു. മെമ്മറി കാർഡ് തുറന്ന സംഭവത്തിൽ വിചാരണ കോടതി ജഡ്ജിയുടെ അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കി വീണ്ടും അന്വേഷണം നടത്തണമെന്നായിരുന്നു അതിജീവിതയുടെ ആവശ്യം. നിയമപരമായി ഇത് നിലനിൽക്കില്ലെന്ന് മേൽക്കോടതികൾ നിരീക്ഷിച്ചു. അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ അന്തിമവാദം നാളെ തുടങ്ങും. നടപടിക്രമങ്ങൾ 1 മാസം കൊണ്ട് പൂർത്തിയായേക്കും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് വിചാരണ നടപടികൾ. 24 കൊച്ചി. ഇന്ത്യ സഖ്യത്തെ ആര് നയിക്കുമെന്നതിനെ ചൊല്ലി വിവാദം തുടരുന്നു. സഖ്യത്തെ മമതാ ബാനർജി നയിക്കണമെന്ന അഭിപ്രായവുമായി ലാലു പ്രസാദ് യാദവ് രംഗത്തെത്തി. ബംഗാളിന് പുറത്ത് മമത പരാജയപ്പെട്ട നേതാവ് എന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. ഇന്ത്യ സഖ്യത്തെ നയിക്കാൻ താൻ തയ്യാറാണെന്ന മമതാ ബാനർജിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ സഖ്യത്തിലുണ്ടായ അഭിപ്രായ ഭിന്നത തുടരുകയാണ്. നേതൃത്വത്തിലേക്ക് മമതാ ബാനർജിയെ പിന്തുണച്ച RJD അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവും രംഗത്തെത്തി. കോൺഗ്രസിന്റെ എതിർപ്പിൽ കാര്യമില്ലെന്നും RJD മമതയെ പിന്തുണയ്ക്കുമെന്നും ലാലു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ ആരും ചോദ്യം ചെയ്യുന്നില്ലെന്നും എന്നാൽ ആരെങ്കിലും സഖ്യത്തെ ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പിന്തുണയ്ക്കുമെന്നും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവ് സഞ്ജയ് റാവത്ത്.
അതേസമയം ബംഗാളിന് പുറത്ത് പരാജയപ്പെട്ട നേതാവാണ് മമതാ ബാനർജി എന്ന കോൺഗ്രസ് നേതാവ് മാണിക്യം ടാഗോർ. We all know that when India bloc leader has to be elected, there has to be when the India bloc gets the majority of MPs to elect for the prime ministership. കോൺഗ്രസിന് അഹന്തയെന്നും ജനങ്ങളുടെ പ്രശ്നങ്ങൾ എങ്ങനെ അവതരിപ്പിക്കണമെന്ന് മമതയ്ക്ക് അറിയാമെന്നും തൃണമൂൽ കോൺഗ്രസ് MP കല്യാൺ ബാനർജി. സമാജ്വാദി പാർട്ടി, ശിവസേന, ഉദ്ധവ് വിഭാഗം, NCP, RJD എന്നീ 4 ഇന്ത്യ സഖ്യകക്ഷികൾക്ക് പുറമെ സഖ്യത്തിന് പുറത്തുള്ള YSR കോൺഗ്രസും മമതയ്ക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. 24 ഡൽഹി. വാർത്താസന്ധ്യ അവസാനിക്കുകയാണ്.